നമ്മുടെ അപ്ലയൻസ് സംസാരിച്ച് സംസാരശേഷി വർദ്ധിപ്പിച്ചു തരുന്ന ഓരോ സൂം പ്ലാറ്റ്ഫോംസ്. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ കഴിവും വർദ്ധിപ്പിച്ചു തരുന്നു. അങ്ങനെ ഓരോ സ്കില്ലുകൾ നമ്മുടെ വളർത്താൻ സഹായിക്കുന്ന വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതില് ജോയിൻ ചെയ്തതിൽ തന്നെ എനിക്ക് ഇപ്പോ ലൈഫ് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാൻ ഒരു കാരണം മോദി കെയർ ആണ്. പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തി നടക്കാം. അപ്പോൾ എല്ലാത്തിലും നോക്കിയപ്പോ ലോകത്തില് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസരമാണ് മോദി കെയർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ ജോളി സാറ് ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടി നല്ലൊരു വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സാറിനെ കേൾക്കുക. എനിക്ക് നമുക്ക് അത് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നമ്മുടെ ജോളി സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു ജോളി സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ, നമ്മൾ സിറിൽ സാറിനെ കൂടി ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. 2 മിനിറ്റ് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോടെ ഒരു സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മുടെ സിറിൽ സാർ 2 വാക്ക് പറയുന്നതിനായിട്ട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു മാം. അപ്പോ നമുക്കറിയാം, പതിപോലെ എല്ലാ ബുധനാഴ്ചയും നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു സൂം മീറ്റിംഗ് ആണ് നടക്കാറുള്ളത്. അപ്പോൾ നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു, അവരവരുടെ പുതിയ പുതിയ ആളുകളെ എല്ലാം ക്ഷണിക്കാനായിട്ട്. എത്ര പേര് ക്ഷണിച്ചിട്ടുണ്ട്? ഒന്ന് പരസ്പരം ഒന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ ഒരുപാട് പേരെ ക്ഷണിച്ചോ? വെരി ഗുഡ്. ഞാൻ ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ എത്ര പേരുണ്ടെന്ന് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോ അറിയാം. എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുക. അപ്പൊ സാറ് നമുക്ക് പറയാറുള്ള പോലെ തന്നെ നമ്മളുടെ ജോലി തന്നെ എന്താന്ന് വെച്ചാൽ വിളിക്കുക, അവസരങ്ങൾ പറയുക. അതുപോലെ തന്നെ നമ്മളത് എന്നും അനുവർത്തിക്കുക. കുറച്ച് ദിവസം വിളിച്ചിട്ട് നമ്മൾ അവരെ ഒന്നും നിർത്തി കളയേണ്ട ആവശ്യമില്ല. പക്ഷെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നാണ് അവര് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിലും അവര് നമ്മളെ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ എല്ലാം നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവും. പലരും പറയും, നീ ഇപ്പൊ അതിനകത്ത് തകർക്കണേണല്ല, അടിപൊളിയാണല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവര് നമ്മളെ നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മളിലെ മാറ്റങ്ങളാണ് അവർക്ക് കാണേണ്ടത്. ആ നമ്മളിലെ ചേഞ്ചസ് അവർക്ക് മനസ്സിലാവുമ്പോൾ താനെ അവര് നമ്മളോട് നമ്മുടെ ബിസിനസ്സിനെ പറ്റി ചോദിച്ചറിയുകയും വരികയും എല്ലാം ചെയ്യും. അങ്ങനെ അവര് നമ്മളെ സാവധാനം അനുഗമിക്കും. പെട്ടെന്ന് എടുത്തിയാടി എന്താണെങ്കിലും ആരും വരൂല. പിന്നെ നമ്മ വിളിക്കാത്തവർ ഓർക്കണ്ട, ഇനി ഒന്ന് അയാൾ വിളിച്ചിരുന്നെങ്കിൽ ചെല്ലാമായിരുന്നു എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നമ്മൾ വിളി നിർത്തിയിട്ടുണ്ടാവും. ഇത്രയും വിളിച്ചിട്ടും വരാത്തതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ചിലപ്പോ വിളി നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ജോളി സാർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോഴും സാറിന് സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ സാറ് നമ്മളുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ വളർച്ച ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ആ ലെവലില് നമ്മളെല്ലാവരും എത്തിച്ചേരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് ഇതേപോലെ തന്നെ ഒരു അവസരം തന്നു. അതിന് ഞാൻ ഒത്തിരിയേറെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഇതിൽ പുതുതായി വന്നിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് വളരെ പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെൽക്കം ജോളി ശേഖർ സാർ. ഓക്കെ, താങ്ക് യു റൂസ മാഡം, താങ്ക് യു സിറിൽ സാർ. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രോഗ്രാമില് ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും നമ്മുടെ ടീമില് ഈ റീസെന്റ് ജോയിൻ ചെയ്ത അഡ്വൈസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ച് ഒന്നുകൂടി ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു പ്രസന്റേഷൻ ഞാനിത് ക്രിയേറ്റ് ചെയ്തിട്ട് 2-3 വർഷമായി.
പക്ഷെ എനിക്ക് തോന്നുന്നു 1.5 വർഷമായിട്ട് ഈ ഒരു പ്രസന്റേഷൻ സൂമിൽ നടന്നിട്ടില്ല. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആരുടെ കയ്യിലും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഉപകാരപ്രദമായ, എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത ഒരു പ്രസന്റേഷനാണ്. ഞാൻ വേറെ ചില ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ പോയിന്റ്സ് എല്ലാം കൂടി കുത്തിക്കുറിച്ച് തയ്യാറാക്കിയതാണ്. പിന്നെ ആരെങ്കിലും പങ്കെടുക്കാനുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കാം, പ്രത്യേകിച്ച് റീസെന്റ് ജോയിൻ ചെയ്ത ആളുകളെ. അതിനോടൊപ്പം ലീഡേഴ്സായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രസന്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. അപ്പൊ അത് എന്തൊക്കെയാണ് പറയുന്നത്, എന്തെല്ലാമാണ് പോയിന്റ്സ് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റേഷൻസിൽ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാം. കാരണം നമ്മൾ എല്ലാവരും ലീഡേഴ്സായി വളരേണ്ടവരാണ്. പഠിക്കുന്ന സമയത്തല്ല നമ്മൾക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത്, നേരെ മറിച്ച് എപ്പോഴാണ് പഠിപ്പിക്കുന്ന സമയത്താണ്, അല്ലെ? പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ലീഡറായിട്ട് മാറുന്നത്. ലീഡർമാർക്കാണ് കൂടുതൽ അംഗീകാരങ്ങളും വരുമാനവും വിദേശ യാത്രയും അല്ലെ സ്വപ്നവാഹനവും എല്ലാം കിട്ടുന്നത് ലീഡേഴ്സാണ്. ലീഡേഴ്സ് എന്ന് പറയുമ്പോഴേക്കും പഠിച്ച ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അതിനുള്ള ഒരു അവസരം കൂടിയായിട്ട് കണക്കാക്കുക ഈ പ്രോഗ്രാമിന്. അപ്പോൾ ലീഡേഴ്സായ ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇതിലെ പോയിന്റ്സ് നോട്ട് ചെയ്ത് നിങ്ങൾക്കിത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഈ പ്രസന്റേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇത് ഇന്റർനാഷണലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ വേണ്ട പോയിന്റ്സ് ആണ്. ഇന്റർനാഷണൽ മോദിക്കാരന് വേണ്ടിയല്ല, ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കും വിജയിക്കാൻ അതിനെ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇനിയും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇത് ന്യൂ കൺസൾട്ടന്റ് ഓറിയന്റേഷൻ എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഇപ്പോൾ ന്യൂ കൺസൾട്ടേഷൻ എന്നതിന് പകരം അല്ലെ ഇപ്പൊ നമ്മൾ അഡ്വൈസേഴ്സ് ആണ്. എങ്കിലും ഈ പേരിൽ വേറെ മാറ്റമൊന്നുമില്ല. പുതിയ ആളുകളെ ബോധവൽക്കരിക്കാനും അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുന്നതിനുള്ള പ്രോഗ്രാമാണ്. നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. മൂസ മാഡം പറഞ്ഞു ഈ പ്രോഗ്രാമിൽ ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് വളരെ സന്തോഷമുണ്ടെന്ന്. എന്ന് പറയുന്നത് ഞാനും എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം ഈ ഒരു ബിസിനസ് സെലക്ട് ചെയ്തതിന്റെ പേരിലാണ്. കാരണം ഈ ഒരു മിനിറ്റ്, അതായത് ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തിൽ ജോയിൻ ചെയ്യാൻ തീരുമാനം എടുത്തപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി. എന്താണെന്ന് അറിയാമോ? നിങ്ങളൊരു ഓർഡിനറി വ്യക്തിയല്ല, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാണെന്ന്. വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നതിനും അതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നതിനും തീരുമാനമെടുത്ത വ്യക്തിയാണ് നിങ്ങൾ എന്ന് തെളിയിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർക്കുള്ളത് മാത്രമേ നമുക്ക് കിട്ടൂ. പക്ഷെ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും. ഞാനും കുറെ കാലം മറ്റുള്ളവർ ചെയ്ത അതേ ഫീൽഡ് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. എൻ്റെ ഫാദർ ചെയ്തിരുന്ന വർക്ക്, എൻ്റെ പല സുഹൃത്തുക്കളും ചെയ്തിരുന്ന വർക്ക്. പക്ഷെ അതിൽ വ്യത്യസ്തമായ തീരുമാനമെടുത്ത് വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. ഇന്ന് വളരെ നല്ല ഒരു ജീവിത രീതി ഫോളോ ചെയ്യാൻ സാധിക്കുന്നു, നല്ല വീട്ടിൽ താമസിക്കാൻ സാധിക്കുന്നു, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നു, ഒരുപാട് രാജ്യങ്ങൾ സൗജന്യമായിട്ട് സന്ദർശിക്കാനായിട്ട് കഴിഞ്ഞു, സ്നേഹസമ്പന്നരായ വലിയൊരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു, അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവ് നേടി, വേദി കൈകാര്യം ചെയ്യാൻ പഠിച്ചു. എന്ന് വേണ്ട, എന്നെ ഞാനാക്കി മാറ്റിയത് ഈ ഒരു ബിസിനസ്സാണ്. അതിനെല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു മാറ്റം നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞെന്താണ്, ഈ സിസ്റ്റം സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാണ്, വിജയിക്കാൻ തീരുമാനമെടുത്ത വ്യക്തിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ശരിയല്ലേ? യെസ് ഓർ നോ? അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും സംസാരിക്കാനുള്ള ഓപ്ഷൻ ശരി അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. അപ്പോ അത് മാത്രമല്ല, നമുക്കറിയാം നമ്മളെ വേൾഡില് 95% സമ്പത്തും ആസ്വദിക്കുന്നത് വെറും 5% ആൾക്കാരാണ് എന്ന് നമ്മൾ റോബർട്ട് കിയോസാക്കിയുടെ ESB ഫോർമുലയിലൂടെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? 5 മുതൽ 10% വരെ സമ്പത്ത് ആസ്വദിക്കുന്നത് ലോകത്തിലെ 90-95% സമ്പത്തും ആസ്വദിക്കുന്നത് വെറും 10% താഴെയുള്ള ആൾക്കാരാണ്. ഏകദേശം 5% ആൾക്കാരാണ്, അല്ലെ? അവിടെ നമ്മൾ ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ, അല്ലെ? അപ്പൊ ആ ഒരു ബിസിനസ് ഓണറിലേക്ക് ഇൻവെസ്റ്ററിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണിത്. അതിനോടൊപ്പം നമ്മൾക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നതിനും, നേരത്തെ നമ്മുടെ റുസമേഡ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും മാതൃകപരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് ലോകത്ത് ഒരുപാട് കോടീശ്വരന്മാരായ ആൾക്കാരെ
സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയൊരു വ്യവസായമാണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ഒരുപാട് മില്യനേഴ്സ്, കോടീശ്വരന്മാർ, അമേരിക്കയിലേക്ക് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വ്യവസായം വഴിയാണ്. അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരു പഴയ കണക്കാണ്. ഫിക്കിയുടെ റിപ്പോർട്ട് പ്രകാരം 2025 ആകുമ്പോഴേക്കും 64,500 കോടി ബിസിനസ് വരുന്ന ഒരു വ്യവസായമാണെന്ന് നേരത്തെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് ഫിക്കിയുടെ ഫുൾ ഫോം, നമുക്ക് പലർക്കും അറിയാം. അത് മാത്രമല്ല, വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്താണ്, ഇത് പലർക്കും അറിയാം, ചിലർ മറന്നുപോയിട്ടുണ്ടാവും. ഓഗസ്റ്റ് 2018 8-ാം തീയതി ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. എന്താന്ന് പറയാമോ? വായിച്ചിട്ട് പറയാം ആർക്കെങ്കിലും പെട്ടെന്ന്. 2018 ഓഗസ്റ്റ് 8-ാം തീയതി ഇവിടെ വലിയൊരു സംഭവം നടന്നു. അതായത് ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും കേരള ഗവൺമെന്റ് നമുക്കായി ഒരുക്കി തന്നു. ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ നിയമിച്ചു. അത് ഈ ഒരു വ്യവസായത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാരണം എന്താണ്, കൃത്യമായിട്ട് ഇൻകം ടാക്സും സെയിൽസ് ടാക്സും എല്ലാം ഗവൺമെന്റിന് കിട്ടുന്നു. അനേകായിരം ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വ്യവസായമാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു വ്യവസായത്തിന് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി നിയമിച്ചത് നമ്മുടെ കേരള സർക്കാരാണ്. അതിന് മുൻകൈ എടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട അന്ന് പിണറായി സാറായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നിപ്പോ 100% ലീഗലിയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആദ്യത്തെ ചുവടുവയ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ കമ്പനി അത് മോദിക്കറാണ്, ദി പയനിയർ ഇൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. മറ്റു പല കമ്പനികൾക്ക് അതിനുശേഷം വന്നതാണ്. കാരണം ഈ ഒരു അവസരത്തിൽ പ്രാധാന്യം മനസ്സിലാക്കി വിദേശ രാജ്യങ്ങളിലെ ചില കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കി സമീർ മോദി സാറ്, അദ്ദേഹം വിദേശ രാജ്യത്താണ് പഠിച്ചത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് സാധ്യത അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. നല്ല ഉൽപ്പന്നങ്ങളിലൂടെ ജനങ്ങൾക്ക് ആരോഗ്യം, അവസരമില്ലാത്ത ആൾക്കാർക്ക് അവസരം, ഇതെല്ലാം മനസ്സിലാക്കി ഇന്ത്യയിൽ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് മോദി കെയർ ലോഞ്ച് ചെയ്തു. ഇത് പഴയ സ്ലൈഡാണ്. ഇതിൽ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? എത്ര വയസ്സാണ് കാണിച്ചിരിക്കുന്നത്? 24 വയസ്സാണ്. 6 വർഷം മുമ്പ് ക്രിയേറ്റ് ചെയ്ത സ്ലൈഡാണിത്. 24 പോയിട്ട് ഇപ്പൊ എത്രയായി? എത്ര വയസ്സായി നമ്മുടെ കമ്പനിക്ക്? 30 വയസ്സായി. ഓക്കെ. അപ്പോൾ 4-5 വർഷമായിട്ട് ഈ പ്രസന്റേഷൻ ലാപ്ടോപ്പിൽ കിടക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പോ നമുക്കറിയാം, ഫ്രീ ഐഡിയ ആണ് അല്ലെ? മോദിക്കർ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് 1 രൂപ പോലും മുതൽ മുടക്കണ്ട. ഇതിൽ 450 പ്രോഡക്ട്സ് ആണ് ഉള്ളത് പഴയ കണക്ക്. ഇപ്പൊ അത് എത്ര 800-850 പ്രോഡക്ട്സ് ആയി മാറിക്കഴിഞ്ഞു അല്ലെ? അപ്പൊ അതേമാതിരി 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് ഉൽപ്പന്നങ്ങൾക്ക്. നേരത്തെ 62% പേ ഔട്ട്, ഇപ്പൊ അറിയാം, നമുക്കറിയാം 70% പോയ പേ ഔട്ട് അല്ലെ? അപ്പോൾ നമുക്ക് കൂടുതൽ തരാൻ കമ്പനി എപ്പോഴും തയ്യാറാണ്. ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ബെസ്റ്റ് പ്ലാറ്റ്ഫോം. കൃത്യമായ സമയത്താണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബിൽഗേറ്റ്സിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിന് വിജയത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ബിൽഗേറ്റ്സിന്റെ സക്സസ് സ്റ്റോറി അദ്ദേഹം പറയുന്നുണ്ട്. പറയാൻ മാർക്കിന് പെട്ടെന്ന് അദ്ദേഹം സക്സസ് സ്റ്റോറിയെ പറ്റി അദ്ദേഹം പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോ പോലും നമുക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന, അതാണ് സാറേ. അത് കൊള്ളാം. അതിലും റെസ്പോണ്ട് ചെയ്തതിന് നന്ദി. അത് പറഞ്ഞ വാറൻ ബഫറ്റ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ഐഡിയ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വരുമാനം തരുന്ന ആസ്തികൾ നിങ്ങൾ സൃഷ്ടിച്ചില്ല എങ്കിൽ നിങ്ങൾ അന്ത്യശ്വാസം വരെ പണിയെടുക്കേണ്ടി വരും എന്ന് വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇദ്ദേഹം പറഞ്ഞത്, ബിൽഗേറ്റ്സ് പറഞ്ഞത്, ഞാൻ ശരിയായ സമയത്ത്, ഇനി പറയാമോ? ഞാൻ ശരിയായ സമയത്ത് ശരിയായ ചേർന്നപ്പോൾ ഞാൻ ചേച്ചി, ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളോടൊപ്പം ചേർന്നപ്പോഴാണ് എന്റെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതെന്നാണ് ആര് പറഞ്ഞത്? ബിൽഗേറ്റ്സ് പറഞ്ഞത്. ഇപ്പൊ നമ്മളിവിടെ കണ്ടു, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്, കൃത്യമായ സമയത്താണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം പോലും അല്ലെ? സൂം പ്ലാറ്റ്ഫോം പണ്ടുണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ ഏറ്റവും മികച്ച സമയം, മികച്ച സ്ഥലം, മികച്ച ആളുകൾ. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഓക്കെ. ഇനി സാധാരണ ചില ആളുകൾക്ക് സംഭവിക്കുന്ന 3 മിസ്റ്റേക്കുകളെ പറ്റിയാണ് പറയുന്നത്. 3 അബദ്ധങ്ങൾ സാധാരണ ആളുകൾ സംഭവിക്കുന്ന 3 അബദ്ധങ്ങൾ. ഒന്ന്,
ചില ആളുകൾ ഈ ഒരു വ്യവസായം നല്ലതാണെങ്കിലും നല്ല കമ്പനി സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെടും. ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവോ പറഞ്ഞിട്ട് അവർ പോയി ജോയിൻ ചെയ്യുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത മനസ്സിലാക്കി. പക്ഷെ അവർ ജോയിൻ ചെയ്തത് ഒരുപക്ഷെ റൈറ്റ് കമ്പനി ആയിരിക്കില്ല. ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വളരെ വില കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഒരു വിദേശ കമ്പനി ആയിരിക്കാം, വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല, വേണ്ടത്ര ഓഫീസർ ഉണ്ടാവണമെന്നില്ല, സിസ്റ്റംസ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ നിരവധിയായ ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു ബന്ധു വന്ന് പറഞ്ഞു, നിർബന്ധിച്ച കാരണം കൊണ്ട് ജോയിൻ ചെയ്ത് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയിൽ വരാത്തതിന്റെ പേരിൽ പലരും സക്സസ്ഫുൾ ആയിട്ടില്ല. ചില കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല, മണി മേക്കിംഗ് സിസ്റ്റം ആയിരിക്കും, പിരമിഡ് സ്കീം ആയിരിക്കും, അല്ലെങ്കിൽ ബൈനറി പ്ലാനുകളിലൊക്കെ വന്ന് ചില ആളുകളുടെ പണവും സമയമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചില മിസ്റ്റേക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അതായത് അവർക്ക് വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ സെലക്ട് ചെയ്ത വാഹനം കൃത്യമായിരുന്നില്ല അല്ലെ. പല ആളുകളെയും നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ തെറ്റായി ധരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയതെന്താണ്, അവർ സെലക്ട് ചെയ്ത കമ്പനി നല്ലതായിരുന്നില്ല. ശരിയാണോ? ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആൾക്കാര്? എനിക്കുണ്ട്. എനിക്കൊന്നും അറിയില്ലായിരുന്നു, പറഞ്ഞു തന്നില്ല. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ബെസ്റ്റ് ടീമാണ്. പക്ഷെ അപ്ലയൻസ് ആയ ആളുകള്, നമ്മൾ കൊണ്ടുവരുന്ന ആളുകള് പ്രോപ്പറായിട്ട് നമ്മൾ ലീഡ് ചെയ്യാത്തത് കൊണ്ടും ഗൈഡ് ചെയ്യാത്തത് കൊണ്ടും അവർക്ക് ഈ ബിസിനസ്സിൽ ഒരു പ്രൊഫഷണലിസം അറിയാത്തതിന്റെ പേരിലും ശരിയായ സപ്പോർട്ടും ലീഡർഷിപ്പും കിട്ടാതെ പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്തത് ബെസ്റ്റ് കമ്പനിയാണ്, ബെസ്റ്റ് ടീമാണ്, ബെസ്റ്റ് ടീം സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഈ ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കാനും ഉൽപ്പന്നങ്ങളെ പറ്റി മനസ്സിലാക്കാനും കമ്പനിയെ പറ്റി പഠിക്കാനും ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാനും ഒക്കെ പരാജയപ്പെട്ടതിന്റെ പേരിൽ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാതെ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, ഇതൊന്നും അറിയാതെ പ്രോപ്പറായി ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെയും ചില ആളുകൾക്ക് ഈ ബിസിനസ്സിൽ വിജയം സംഭവിച്ചിട്ടില്ല. ഇത് പലർക്കും പറ്റിയിട്ടുള്ള 3 മിസ്റ്റേക്കാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് കമ്പനിയിലാണ്, നമുക്ക് ബെസ്റ്റ് ടീം സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അപ്പൊ അതുകൂടാതെ പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് ഈ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. ശരിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ മീറ്റിങ്ങുകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ മാത്രമാണ്. നമ്മൾ വിജയിച്ച ആൾക്കാരെ എല്ലാം നമ്മൾ കാണുന്നു അല്ലെ. മീറ്റിങ്ങുകളിലൂടെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എല്ലാം കിട്ടുന്നു. വിജയിച്ച ആൾക്കാരെ എല്ലാവരും കാണുന്നു, നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആവും. പക്ഷെ വിജയിക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്? സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമുക്ക് വേണ്ടതാണ് എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യണം, എന്താണ് പറയേണ്ടത്, അതെങ്ങനെ പറയണം അല്ലെ. ഇതെല്ലാം പലർക്കും അറിയില്ല. എന്ത് സംസാരിക്കണം, എങ്ങനെ തുടങ്ങണം അല്ലെ, ഏത് രീതിയിലാണ് പരിചയപ്പെടുത്തേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ പറയണോ അല്ലെ. നമ്മൾ പല ട്രെയിനിങ്ങുകളിലും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം അല്ലെ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം, അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയണം, അതെങ്ങനെ അവർക്ക് ലഭിക്കും എന്ന് പറയണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ട്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം, ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ഇതിനാണ് നമ്മൾ നിരവധി ട്രെയിനിങ്ങുകൾ നമുക്ക് കമ്പനി ഓഫ്ലൈനിലും ഓൺലൈനിലും കമ്പനി ലീഡേഴ്സ് എല്ലാം തരുന്നത് അല്ലെ. അപ്പോ ഈ പറയുന്ന സത്യങ്ങൾ ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? താഴെ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പൊ ഇത് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്, വായിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും നമുക്ക്? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കും, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്നാണ് കിട്ടേണ്ടത്? ശരിക്കും ഇതെല്ലാം കിട്ടേണ്ടത് ട്രെയിനിങ്ങളിൽ. താങ്ക് യു നമ്മുടെ ജോമോൾ മാഡം, അതേപോലെ തന്നെ അനിഷ മാഡം. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകളിലൂടെയാണ്. നമ്മളെ ഇടയ്ക്കൊക്കെ ഫോണിലൂടെ എങ്ങനെ സംസാരിക്കണം അല്ലെ, എന്ത് സംസാരിക്കണം, ഇതിനെ പറ്റിയൊക്കെ ട്രെയിനിങ് ഒരാൾക്ക് നമ്മൾ ചെയ്തിരുന്നു. ഒരു മോർണിംഗ് മന്ത്രാസത്തൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. ശരിയാണോ? അതിൽ പങ്കെടുത്ത പലരും ഇപ്പൊ ഈ പ്രോഗ്രാമിലുണ്ടല്ലേ. മോർണിംഗ് മന്ത്രാസ് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലെ. ഓർക്കുന്നുണ്ടോ നമ്മുടെ പ്രോഗ്രാമുകൾ ആരെങ്കിലും ഒക്കെ? ഓക്കെ, ഉണ്ടായിരുന്നു സാർ. അപ്പൊ ഇങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ നമുക്ക് അവിടെ കിട്ടിയിരുന്നു. ഇനി അടുത്തത് ഇവിടെ പറയുന്നതാണോ? അടുത്തത് നമ്മളുടെ നോളജും നമ്മളുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. നോളജ് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ട്രെയിനിങ്ങളിൽ നിന്നും കിട്ടും. സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? സ്കിൽ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് നൈപുണ്യം എന്നൊക്കെ പറയും അല്ലെ. നൈപുണ്യം അതെങ്ങനെ കിട്ടും? അത് നമ്മൾ ചെയ്ത് കിട്ടും അല്ലെ.
അല്ലെ? നോളജ് നമുക്ക് എങ്ങനെയും കിട്ടും, പക്ഷെ സ്കില്ല് എങ്ങനെ കിട്ടും? ഇപ്പൊ നമുക്കൊരു ഹൗസ് മീറ്റിംഗ് എടുക്കണം, ഹൗസ് മീറ്റിംഗിൽ സംസാരിക്കണം, ഡെമോൺസ്ട്രേഷൻ ചെയ്യണം, ഇതെല്ലാം പുസ്തകങ്ങളിലൂടെ കിട്ടും. പുസ്തകത്തിലൂടെ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുമോ? അത് വെള്ളത്തിൽ ഇറങ്ങി തന്നെ പഠിക്കണം, അല്ലെ? അപ്പോൾ നമ്മൾ നോളജ് ലെവൽ വർദ്ധിപ്പിക്കണം, നമ്മുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ, പ്രസന്റേഷൻ ചെയ്യാൻ, ഒരു ബോർഡിൽ കാര്യങ്ങൾ വരച്ച് കാണിക്കാൻ, സ്ലൈഡ് ഇട്ട് സംസാരിക്കാൻ, അല്ലെ? ഇപ്പൊ തന്നെ നമ്മളുടെ പ്രോഗ്രാമിൽ ഈ പ്രസന്റേഷൻ സ്ലൈഡൊക്കെ ഇട്ട് സംസാരിക്കുന്ന ലീഡേഴ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം അല്ലെ അവർ ഡെവലപ്പ് ചെയ്തെടുത്താണ് സ്കിൽ. അത് ട്രെയിനിങ്ങിലൂടെ കിട്ടും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെ കാണണം? വളരെ സീരിയസ് ആയിട്ട് കാണണം. പക്ഷെ പല ആൾക്കാരും സീരിയസ് ആയിട്ട് കാണാറില്ല. എന്താണ് കാരണം? കാരണം ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ലക്ഷങ്ങളും കോടികളും മുടക്കി ചെയ്യുന്ന ബിസിനസ്സിനോടൊപ്പം അതിന് തത്തുല്യമായി നിൽക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാത്തതിന്റെ കാരണം ലക്ഷങ്ങളെയും കോടികളുടെയും ഒരു ബിസിനസ്സാണ്, അല്ലെ? ഇന്റർനാഷണലി പ്രൂവ് ചെയ്ത ഒരു ബിസിനസ്സാണ്. പക്ഷെ പല ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാത്തതിന് ഒരു കാരണം അത് പറയാൻ എന്താണെന്നോ? പല ആൾക്കാരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. മുതൽ മുടക്കില്ലാത്ത. ഓക്കെ, താങ്ക് യു റിനി മാഡം. അല്ലെ, മുതൽ മുടക്കില്ലാത്തതിന്റെ പേരിൽ മാത്രം ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതേസമയം നിസ്സാരമായ പൈസ മുടക്കി ഒരു ചെറിയ അല്ലെ ഒരു ഷോപ്പ് എടുത്താൽ പോലും അവർ അതിനു വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് എഫേർട്ട് എടുക്കും, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കും. സമയമായിട്ടും അല്ലെ ആളുകൾ കസ്റ്റമേഴ്സിനോടുള്ള ഡീലിംഗ് ആയിട്ടും മറ്റു പരിപാടികൾ ഒഴിവാക്കി പോലും ചെറിയ ഒരു ഷോപ്പാണെങ്കിൽ പോലും അവർ അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ സാധ്യതയുള്ള ഈ ബിസിനസ്സിന് വേണ്ടി പലതും ആ കടക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം പോലും സമയം പോലും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പരാജയപ്പെട്ട ആൾക്കാരെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യമാണ്. ശരിയാണോ? യെസ് ഓർ നോ? ഓക്കെ. ഇനി ഇവിടെ പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ ടൂൾസും സിസ്റ്റം സപ്പോർട്ട് എല്ലാം ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. അത് സീരിയസ് ആയിട്ട് എടുത്ത് അത് ഫോളോ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? തീർച്ചയായിട്ടും അല്ലെ, നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ്. അത് ചെയ്യേണ്ടത് നമ്മളാണ്, അല്ലെ? ശരിയല്ലേ? ശരിയാണോ? ഓക്കെ. ശരിയാണ്. ഇനി ഈ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും 100% സക്സസിന് വേണ്ടി തന്നെയാണ്. ഇവിടെ ശ്രീ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് പറയുന്നത് ദിസ് ഈസ് ദ ബിസിനസ് ഓഫ് 21st സെഞ്ചുറി എന്നാണ്. ഈ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും മികച്ച ബിസിനസ് അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. പക്ഷേ ഒരാൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് പകരം നമ്മൾ ആദ്യം ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾക്ക് പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കണം. നമ്മൾ ഉൽപ്പന്നങ്ങളും നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റേഷൻ നമ്മൾ ചെയ്യണം, അല്ലെ? കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, പരസ്യങ്ങളില്ല, ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ അവർക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല, പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അതെങ്ങനെ വേണമെന്ന് പറയുന്നത്, അതിന് ആദ്യ സമയങ്ങളിൽ നമുക്കൊരു അപ്ലൈന്റെ സപ്പോർട്ട് എടുക്കാം, അല്ലെ? നമ്മുടെ മുകളിൽ വിജയിച്ചൊരു അപ്ലൈൻ നമ്മൾ സഹായിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവും. അവരെ സഹായം നമ്മൾ സ്വീകരിക്കുക. അടുത്തെന്താണ്, നമുക്കൊരു മെമ്മറി ജോഗർ വേണം, അല്ലെ? മെമ്മറി ജോഗറിനെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മെമ്മറി ജോഗർ? ഓർമ്മയിൽ ഒന്ന് ഓടി നടക്കുക എന്നുള്ളതാണ് പേര്, അല്ലെ? ഓർമ്മയിൽ ഒന്ന് പിന്നോക്കം പോയിട്ട് നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടേണ്ട ആളുകളുടെ പേരുകൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് മിനിമം പറയുന്നത് 100 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളുടെ സ്വപ്നവാഹനം മുൻപോട്ട് പോകുന്നതിനുള്ള നമ്മുടെ സ്വപ്നവാഹനം, നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഡ്രീമും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാഹനത്തിന് കൊടുക്കുന്ന ഡാഷാണ് ഏത്? നമ്മുടെ മെമ്മറി ജോഗർ, നെയിം ലിസ്റ്റ് എന്നാണെന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനത്തിനുള്ള എന്താണ്? വാഹനത്തിലുള്ള പെട്രോൾ അല്ലെ വാഹനത്തിലുള്ള ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? ഇന്ധനമില്ലാതെ വാഹനം മുമ്പോട്ട് പോകുമോ? പോയില്ല, അല്ലെ? അപ്പോൾ മെമ്മറി ജോഗർ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. അതിൽ പുതിയ പുതിയ വ്യക്തികളെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിലും മാത്രമാണ് നമ്മളെ വാഹനം നല്ല സ്പീഡിൽ നമ്മൾ ഡ്രീമിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ? അപ്പൊ അതിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇപ്പൊ എന്തൊക്കെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ? ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണ്? നമ്മുടെ ഡിഗ്രി കമ്പനി ആവശ്യപ്പെടുന്നുണ്ടോ? മോദി കേരളം വിജയിക്കാൻ, ഡയമണ്ട് ആകാൻ, വിദേശയാത്ര പോകാൻ ഡിഗ്രി ആവശ്യപ്പെടുന്നുണ്ടോ? മോദി കേരളം ഡിഗ്രി ആവശ്യമില്ല, അല്ലെ? കാരണം എന്താണ്?
ഇവിടെ വെറും 5ാം ക്ലാസ്സും 4ാം ക്ലാസ്സും വരെ പഠിച്ച വ്യക്തികൾ പോലും ഈ ബിസിനസ്സിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്, അല്ലെ? നിരവധി വിദേശ രാജ്യങ്ങൾ പ്രതിവർഷം പോകുന്നുണ്ട്, സ്വപ്നവാഹനം എല്ലാം നേടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഇവിടെ ഉണ്ടല്ലേ, ശരിയല്ലേ? പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റി എന്താണ്? വേണ്ട ക്വാളിറ്റി എന്താണ്? നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട്, അല്ലെ, ഓൺലി നീഡ് ക്വാളിറ്റി ടു സ്പീക്ക് വിത്ത് പീപ്പിൾ ഫോർ യുവർ ടീംമേറ്റ്സ്, അല്ലെ? അപ്പൊ നമ്മൾക്ക് വേണ്ടതാണ് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ്, അല്ലെ? ആ കഴിവ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ എന്താണ് പറയുന്നത്? ഒരു പരിധിയിൽ കൂടുതൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്, അല്ലെ? ആരിൽ നിന്നും ഒന്നും അമിതമായിട്ട് പ്രതീക്ഷിക്കരുത്. നമ്മളുടെ വർക്ക് ഇത് അവതരിപ്പിക്കുക, ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുക, ബിസിനസ് പരിചയപ്പെടുത്തുക. ആര് നോ പറഞ്ഞാലും, അല്ലെ, തീ എടുത്തത് വെയിലത്ത് വാടില്ലെന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം, അല്ലെ? അല്ലെ? അത് ശരിയാണോ? ഒരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് സമയം പാഴാക്കുകയും ചെയ്യരുത്, അല്ലെ? സ്വപ്നങ്ങളില്ലാത്ത, പിന്നെ തല്ലണ്ടമാവ ഞാൻ നന്നാവില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെ, അയാളെ നന്നാക്കാൻ നോക്കേണ്ട ഒരു കാര്യമില്ല, ശരിയല്ലേ? സ്വപ്നങ്ങളുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്, ശരിയാണോ? അപ്പൊ നമുക്ക് വേണ്ടത് നമുക്കൊരു ആത്മവിശ്വാസം വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം, അല്ലെ? ഉത്സാഹം വേണം, എനർജി ഉള്ള ആളായിരിക്കണം, അല്ലെ? ഒരു പിരിവിരിപ്പ് ഉണ്ടായിരിക്കണം. വിജയിക്കണം എന്ന തീവ്രമായ ആഗ്രഹം, എപ്പോഴും ഒരു പിരിവിരിപ്പ് ഉണ്ടായിരിക്കണം. സമയം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്റെ ടീമിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ എന്റെ പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ സമയം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഇത്തരത്തിലുള്ള ഒരു പിരിവിരിപ്പ് ഉണ്ടായിരിക്കണം. അതുണ്ടോ എല്ലാവർക്കും? ഒരു ഉത്സാഹം ഉണ്ടോ എല്ലാവർക്കും? ഉത്സാഹമുള്ള ആൾക്കാർ മാത്രം ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഉണ്ടാവും, അല്ലാതെ ആൾക്കാർ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ശരിയാണോ? ശരിയാണ്. ശരിയാണ് സാർ, ശരിയാണ്. പിരിവിരിപ്പില്ലെങ്കിൽ ഉത്സാഹം അതൊക്കെ റീചാർജ്, എല്ലാ ദിവസവും മൊബൈൽ റീചാർജ് ചെയ്യാറില്ലേ? ഇതൊരു റീചാർജിങ് പ്രോഗ്രാമാണ്. അല്ലാതെ റീചാർജ് ചെയ്യുന്നുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നത്. അപ്പൊ എപ്പോഴും റീചാർജ് ആയിട്ട് ചാർജഡ് ആയിട്ടിരിക്കുക. കാരണം ചാർജഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പമായിരിക്കും കൂടാനും സംസാരിക്കാനും ഒക്കെ താല്പര്യം. നമ്മളെപ്പോഴും വ്യാകുല മാതാവിനെ പോലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാനും ഇടപഴകാനും ആർക്കും താല്പര്യം ഉണ്ടാവും? ഹലോ, എനർജറ്റിക് ആയിരിക്കണം, നമ്മൾ ഹാപ്പി, ഉത്സാഹമുള്ളവരായിരിക്കണം. ഓക്കെ. പിന്നെ ഒരു പക്ഷേ ഭാര്യയിൽ നിന്ന് പോലും ഭർത്താവിൽ നിന്ന് പോലും റെക്കഗ്നീഷൻ പ്രതീക്ഷിക്കരുത്. ഇത് ആർക്കെങ്കിലൊക്കെ അനുഭവം ഉണ്ടോ? അപ്പോ നമ്മളുടെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ പോലും സഹകരണവും റെക്കഗ്നീഷനും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ വിജയിച്ചു കഴിയുമ്പോൾ കിട്ടാം, എന്നിട്ടും കിട്ടാത്ത ആൾക്കാരൊക്കെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. ശരിയാണോ? പക്ഷെ കുറെ കഴിയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ വിജയിച്ചു കഴിയുമ്പോൾ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ പറയുന്നത് സത്യമായ ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ താഴെ പറയുന്നുണ്ട്, ഏറ്റവും സത്യമായ ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട്, they will appreciate it. പക്ഷെ നമ്മളുടെ കമ്പാനിയന്റെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾക്ക് ഇതില് വിജയിക്കാൻ പറ്റില്ല. ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ചെയ്യാം, പല കാര്യങ്ങൾ ഫോണിലൂടെയൊക്കെ ധാരാളം ചെയ്യാം, ഓൺലൈൻ ഉണ്ട്, കൊറിയർ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാം. ഇവിടെ പറയുന്നറിയോ, ശരിക്കും സത്യമായിട്ട് പറയുന്നത് പല നെറ്റ്വർക്കേഴ്സും വിജയിച്ച ആളുകളും വിജയിച്ചിട്ടുള്ളത് അവരുടെ അപ്ലൈൻ സപ്പോർട്ട് ഇല്ലാതെയാണെന്നാ പറയുന്നത്. അവന് സമ്മതം കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ശരിയായ രീതിയിലുള്ള സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. എങ്കിലും പോലും അവർ ഇതിൽ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ഓക്കെ, സത്യമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ബേണിംഗ് ഡിസയർ ഒന്നുമില്ല, തീവ്രമായ ആഗ്രഹമൊന്നുമില്ല, അല്ലെ? നല്ല ജീവിക്കണം എന്ന ആഗ്രഹം വളരെ എല്ലാവർക്കും ഇല്ല. പിന്നെ എങ്ങനെയാണ് വല്ലോണം ജീവിച്ചാൽ മതി എന്നാണ്, അല്ലെ? എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു, എന്തായാലും ജനിച്ചു, അങ്ങനെയാണ് ജീവിച്ചു പോകാം. എന്ത് കാറ്, എന്ത് വീട്, എന്ത് സ്വപ്നം, എന്ത് വിദേശയാത്ര, അത് നമുക്ക് പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ചെറുതായി സ്വപ്നം കാണാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ശരിയല്ലേ? ഇപ്പൊ എല്ലാവർക്കും വിജയിക്കാൻ തീവ്രമായ ആഗ്രഹം ഇല്ല, ശരിയാണോ? നമ്മൾ കാണുന്ന എല്ലാവർക്കും ശരിയാണ്, ഉണ്ട്, അല്ലെ? അപ്പൊ അവരുടെ സമയം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. അവരവരുടെ രീതികൾ മാറ്റാൻ തയ്യാറല്ല, അല്ലെ? അവരുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികൾ, അല്ലെ, അവരുടെ ശീലങ്ങൾ മാറ്റാൻ അവർ തയ്യാറല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ രാവിലെ വളരെ നല്ല ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അല്ലെ? ഹാപ്പിനെസ് വർക്ക്ഷോപ്പ്. അതില് വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ലോകത്തിൽ വിജയിച്ച ആൾക്കാർ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്, അല്ലെ? നമ്മളവിടെ ഡീപ് ബ്രീത്ത് എടുക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ ടെൻഷനും സ്ട്രെസ് എല്ലാം കളയുന്നുണ്ട്. വേൾഡ് ക്ലാസ് ട്രെയിനിങ്ങുകൾ, അല്ലെ? വേൾഡ് ക്ലാസ് പുസ്തകങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് കാച്ചിക്കുറുക്കി, അല്ലെ, 5-10 മിനിറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും മറ്റുള്ളവർക്ക് കിട്ടാത്ത കാര്യമാണ്. പക്ഷെ എങ്കിലും പലർക്കും അതിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. അപ്പൊ അതെന്താണ്? അത് അവര് അതിനുവേണ്ടി മാറാൻ തയ്യാറല്ല, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന സക്സസിലേക്ക് എത്താൻ പലർക്കും കഴിയാറില്ല. കാരണം ഇതെല്ലാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള കോടീശ്വരന്മാരായ ആളുകൾ ഫോളോ ചെയ്യുന്ന അനുവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലരും അത് മാറ്റാൻ തയ്യാറല്ല. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ഒരിക്കലും നമ്മൾ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം സഹകരണ പ്രതീക്ഷ നിൽക്കരുത്. അവര് അമിതമായിട്ട് ആരെയും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ഒരു പ്രസന്റേഷൻ നടത്തുന്നുള്ള അവസരം പോലും അവർ തരില്ല. ചിലപ്പോൾ ഒരു ഉൽപ്പന്നം പോലും അവർ വാങ്ങിച്ചെന്ന് വരില്ല. ശരിയാണോ? ഒരു ഹൗസ് മീറ്റ് അറേഞ്ച് ചെയ്താൽ പോലും ചിലപ്പോൾ അവര് അതിന് സമയം തരണമെന്നില്ല. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്താൽ പോലും അതിൽ വന്ന് പങ്കെടുക്കണമെന്നില്ല. പക്ഷെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെ? പക്ഷെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് മിക്കവാറും ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണോ? ശരിയാണ് സാർ. ഓക്കെ. അത് മാത്രമല്ല, നമ്മളെ ചെയ്യാൻ സഹായിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ നെഗറ്റീവ് ആക്കാനും പോലും ചിലപ്പോ അവർ ശ്രമിച്ചെന്ന് വരാം, അല്ലെ? നിനക്കൊന്നും പറ്റിയ പണിയല്ല, ഇതൊക്കെ മറ്റുള്ള പരാജയപ്പെട്ടതാണ്, ഇതൊക്കെ വന്നു പോയത്, അത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ധാരാളം കേൾക്കേണ്ടി വരും. ഞാനും കേട്ടിട്ടുണ്ട്, ഇവിടെയുള്ള പല ആൾക്കാരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സക്സസ്ഫുൾ യാതൊരു തടസ്സമല്ല എന്നുള്ളത് വിജയിച്ച ആൾക്കാർ നമ്മളെ പഠിപ്പിക്കുന്നു, ശരിയല്ലേ? ചിലപ്പോൾ ചില ചീപ്പായിട്ടുള്ള അഡ്വൈസ് ഒക്കെ തരും, അല്ലെ? നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും ചിലർ ഉപദേശിക്കും. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ ഒരിക്കലും ട്രെയിനിങ്, അതിൽ സപ്പോർട്ട്, നോളജ് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഓർഡിനറി ആളുകളിൽ നിന്നല്ല. അവർക്ക് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ല, അവർക്ക് ഇതിന്റെ ഫ്യൂച്ചർ അറിയില്ല, അവർക്ക് നേരത്തെ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല, അവർക്ക് ലിവറേജ് അറിയില്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നറിയില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിച്ചാണ് കോടീശ്വരന്മാരുണ്ടായിട്ടുള്ളത്. സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്, മുതലാളിയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത്, അല്ലെ? പണിയെടുത്തല്ല പണിയെടുപ്പിച്ചാണ് ആളുകൾ വിജയിച്ചിരിക്കുന്നത്. ഇതൊന്നും അവർക്കറിയില്ല. ഇവിടെ പറയുന്നത്, നമുക്കൊരു എയർക്രാഫ്റ്റ് പറപ്പിക്കണം, ഒരു വിമാനം പറപ്പിക്കണം. നമ്മൾ ട്രെയിനിങ് എടുക്കേണ്ടത് എവിടുന്നാണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിൽ നിന്ന് ട്രെയിനിങ് എടുത്തിട്ട് കാര്യം ഉണ്ടായി എയർക്രാഫ്റ്റ് പറപ്പിക്കാൻ? അത് ആരോട് ചോദിക്കണം? പഠിക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിൽ വിജയിച്ച ആളോട് തന്നെ നമ്മൾ ചോദിക്കണം, അവർ പറഞ്ഞിട്ട് എങ്ങനെയാണ് പറപ്പിക്കേണ്ടതെന്ന്, അല്ലെ? അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഇതിൽ വന്നതിന് ശേഷം നെഗറ്റീവായ ആളുകളോടും ഇതിനെപ്പറ്റി അറിയില്ലാത്ത ആൾക്കാരോട് സംസാരിച്ച് സ്വയം പിന്മാറി ഈ ബിസിനസ്സിൽ നിന്ന് ഇട്ടുപോയ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ വിജയിച്ച നെറ്റ്വർക്കേഴ്സ്, ലീഡേഴ്സ് നമ്മൾ അറിവ് സമ്പാദിക്കണം, അവരെ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ എല്ലാം തികഞ്ഞ സാഹചര്യമോ വ്യക്തിയോ കമ്പനിയോ, അല്ലെ, ഈ ലോകത്തുണ്ടോ? എല്ലാം തികഞ്ഞ വ്യക്തികളോ സാഹചര്യങ്ങളോ കമ്പനിയോ വാഹനമോ സിസ്റ്റമോ ഈ ലോകത്തുണ്ടോ? അത് ഒരുപക്ഷെ ദൈവം മാത്രമായിരിക്കും, അല്ലെ? എന്ന് പറയുന്ന പോലെ നമ്മുടെ കമ്പനിയിലും നമ്മുടെ പ്ലാനിലും നമ്മുടെ അപ്ലയൻസിലും നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ചെറിയ പോരായ്മകൾ ഉണ്ടാവും, അല്ലെ? പോരായ്മകൾ ഓരോന്നായിട്ട് പരിഹരിക്കപ്പെടും. പക്ഷെ ഈ പോരായ്മകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? കമ്പനിയെ മാറ്റാൻ പറ്റുമോ? അല്ലെ? നമ്മളൊരു നല്ല ഒരു മാരേജ് കഴിച്ചു, അല്ലെ? നമുക്ക് എന്തെങ്കിലും പോരായ്മ നമ്മളുടെ പാർട്ട്ണറിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പാർട്ട്ണറെ മാറ്റാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അങ്ങനെ തന്നെയാണ്, അല്ലെ? അതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളോ പ്രശ്നങ്ങളൊക്കെ കണ്ട് സഹകരിച്ച് പോകണം, അല്ലെ? അതിന്റെ നന്മകൾ കണ്ടെത്തി, അല്ലെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി. നമ്മളിപ്പോഴും പറയാറുള്ളൂ, അല്ലെ, റോസാപ്പൂ വളരെ മനോഹരമാണ്, പക്ഷെ അതിന് താഴെ എന്തുണ്ട്? മുള്ളുണ്ട്. നമുക്ക് മുള്ളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ റോസാപ്പൂവിന്റെ മനോഹാരിത ആസ്വദിക്കാം, അല്ലെ, അതിന്റെ സുഗന്ധം ആസ്വദിക്കാം. താമര വിരിയുന്നത് എവിടെയാണ്? താമര വിരിയുന്നത് ചെളിയിലാണ്, അല്ലെ? ചെളിയെ പറ്റി കുറ്റം. നമുക്ക് താമരയുടെ ഭംഗി ആസ്വദിക്കാം, അല്ലെ? അതേമാതിരി തന്നെ നക്ഷത്രങ്ങൾ വിരിയുന്നത് എവിടെയാണ്? ഇരുളിലല്ലേ? ഇരുളിലല്ലേ? ഇരുട്ടത്തല്ലേ? അപ്പോ എന്ത് പോസിറ്റീവായ കാര്യങ്ങളിലും നെഗറ്റിവിറ്റി ഉണ്ടാവും. അതെല്ലാം അങ്ങനെയാണ്, അല്ലെ? നമുക്ക് ഒരു കത്തി, അത് ഒരു വീട്ടമ്മയുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച്, അല്ലെ, നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്യാം, കറിക്കറിയാം, ഫ്രൂട്ട്സ് അറിയാം. അത് ഒരു
സ്വഭാവം മോശമായ ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ആയുധമായിട്ട് മാറും അല്ലേ? ശരിയല്ലേ? അപ്പൊ കൊലപാതകം നടക്കും. എല്ലാ കാര്യങ്ങളും നെഗറ്റിവിറ്റി ഉണ്ടാവും, പോസിറ്റിവിറ്റി ഉണ്ടാവും. വിജയിച്ച ആൾക്കാർ എപ്പോഴും പോസിറ്റീവായിട്ട് കാണും, പോസിറ്റീവായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും, അവർ വിജയിക്കും. ശരിയല്ലേ? നമ്മളുടെ ബിസിനസ്സിലാണെങ്കിലും കൊച്ചു കൊച്ചു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ, മറ്റു കമ്പനികളിലേക്ക് പോയ ആൾക്കാർ, അപ്ലയൻസിനെ കുറ്റം പറയുന്ന ആൾക്കാർ, മാനേജറെ കുറ്റം പറയുന്ന ആൾക്കാർ, പ്രോഡക്റ്റ് കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ഇതിലുള്ള ഒരുപാട് പോസിറ്റീവായ മറ്റു വശങ്ങൾ കാണാത്തവരുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നമ്മളെങ്ങനെയായിരിക്കണം? നമ്മളെല്ലാറ്റിലും നന്മ കാണുന്ന, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പ്രോഗ്രാമിലായിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണോ? ഓക്കെ, ശരിയാണ് സാറേ, എവിടെ പോയാലും മോഡിക്കാരനെ വിടാൻ പറ്റൂല നമുക്ക്. ഓക്കെ, താങ്ക് യു. ഇവിടെ അത്തരത്തിലുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ റിലേഷൻഷിപ്പ് നമ്മൾ കളയണ്ട, അവരിൽ നിന്ന് മാറി നിൽക്കുക. നമ്മളെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം? ഒരു ബിഗ് താങ്ക് യു പറഞ്ഞുകൊണ്ട് മാറി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ ചേരുക. അത്തരം പ്ലാറ്റ്ഫോമുകളിലായിരിക്കുക അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഭാവി നിശ്ചയിക്കുന്നത് നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ഏത് സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്, ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ അല്ലെ? ഇതനുസരിച്ചാണ് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നല്ല ചിന്തകൾ വാക്കുകളാവുന്നു, വാക്കുകൾ പ്രവൃത്തികളാവുന്നു, പ്രവൃത്തികൾ ശീലങ്ങളാവുന്നു, ശീലം സ്വഭാവമായിട്ട് മാറുന്നു, നല്ല സ്വഭാവം എന്തായി മാറുന്നു? നല്ല സ്വഭാവം നമുക്ക് എന്ത് നേടിത്തരുന്നു? നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ഡെസ്റ്റിനി അല്ലെ? നല്ലൊരു ഭാവി നമുക്ക് നേടിത്തരുന്നു. അപ്പോൾ പോസിറ്റീവായ ആളുകളുമായിട്ട് മാത്രം സഹകരിക്കുക, പോസിറ്റീവായ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലായിരിക്കുക. ഇത് അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. രാവിലെ 6 മണിക്ക് നടക്കുന്ന പ്ലാറ്റ്ഫോം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമാണ്. മോദി കെയർ MLC നടക്കുന്ന പ്രോഗ്രാമുകളിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമാണ്. ഇടയ്ക്ക് മഹത്തായ ഷോക്കേസുകൾ അതിന് പറ്റിയ പ്ലാറ്റ്ഫോമാണ്. ശരിയല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അറിയുന്ന ആളുകൾ നിങ്ങൾ സഹായിച്ചില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട. കാരണം എന്താണ്? നിങ്ങൾ അറിയുന്ന ആൾക്കാര് നിങ്ങളെ സഹായിച്ചില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്. കാരണം എന്താണ്? നിങ്ങൾ ഒരുപാട് പേര് പുറത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകള്, നിങ്ങൾ അറിയുക പോലും ഇല്ലാത്ത ആളുകള് ഈ ബിസിനസ്സിൽ വിശ്വസിച്ച് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ അവരുടെ ഡയമണ്ട് ആക്കിയൊക്കെ മാറ്റും. ശരിയാണോ? ഇപ്പൊ ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ നേരിട്ട് ബിസിനസ്സിൽ പരിചയപ്പെടുത്തിയ ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ഇന്ന് അല്ലെ, നമ്മളെല്ലാ ലീഡേഴ്സിനോടൊപ്പം പ്രവർത്തിക്കുന്ന പല ആളുകളും അവർ നേരത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ? അതിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ തമ്മിൽ വലിയൊരു ടീം സൃഷ്ടിക്കപ്പെടുന്നു, വലിയൊരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്നു, ഒരു വലിയ സഹകരണം നടക്കുന്നു. അതിലൂടെ പരസ്പരം സഹായിച്ച് വിജയിക്കുന്ന ഒരു മേഖല ഇതല്ലാതെ ഞാൻ വേറെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്തരത്തിലുള്ളൊരു വേറെ ഈ മേഖല? ഇല്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ സഹായിക്കില്ല, പക്ഷെ നമ്മൾ അറിയില്ലാത്ത ആൾക്കാർ നമ്മളെ സഹായിക്കും. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ നമ്മൾ പ്ലാൻ അവതരിപ്പിക്കാൻ, പ്രോഡക്റ്റ് അവതരിപ്പിക്കാനുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. കാരണം എന്താണ്? നമ്മൾ അറിയില്ലാത്ത ആളുകളിലൂടെ നമുക്ക് ഇതിൽ വിജയിക്കാനായിട്ട് കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പെർഫെക്ഷൻ ഒന്നും ഇവിടെ ഇല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല അല്ലെ? അപ്പോ ഇപ്പോ ചിലപ്പോ ചില പോരായ്മകൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ സമയമാകുമ്പോൾ അതെല്ലാം പരിഹരിച്ച് കമ്പനി നമുക്ക് വേണ്ട സപ്പോർട്ടും ഐഡിയാസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മൊബൈൽ ആപ്പിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മളെ നെറ്റ്വർക്കിലുള്ള ആളുകളെ, അവരുടെ ബിസിനസ് മറ്റു കാര്യങ്ങളും അവരൊരു 3 മാസം ബിസിനസ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഇന്ന് നമ്മൾ സോഫ്റ്റ്വെയറിലെ കമ്പനി അപ്ഡേറ്റ് ചെയ്ത് തരണം. അങ്ങനെ അപ്ഡേഷൻസ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അല്ലെ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാം അനുയോജ്യമായി വരും. കാരണം കമ്പനി എപ്പോഴും, സമീർ മോദി സാർ എപ്പോഴും നമ്മളോടൊപ്പം തന്നെയാണ്. നമ്മുടെ വിജയമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, എത്ര ടേൺ ഓവർ നടന്നു അല്ലെ, എത്ര രൂപയുടെ കച്ചവടം നടന്നു അദ്ദേഹം ചോദിക്കാറുള്ളത്. അദ്ദേഹം ചോദിക്കാറുള്ളത് ഈ മാസം എത്ര പേര് ഡയമണ്ട്സ് ആയി, എത്ര പേര് പ്ലാറ്റിനം ആയി, എത്ര പേർക്ക് 10,000 വരുമാനം ലഭിച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കാറ്. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല അദ്ദേഹം മോദി കെയർ ചെയ്യുന്നത്. അതൊക്കെ പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ്, ഫീച്ചേഴ്സ് പഠിക്കുക. ആരിൽ നിന്നും ഒന്ന് അമിതമായി പ്രതീക്ഷിക്കാതെ നമ്മളുടെ പ്രവർത്തനങ്ങൾ നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം എല്ലാം
തികഞ്ഞ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾ, എല്ലാ വശങ്ങളും ക്ലിയർ ആയിട്ട് റെഡി ആയിട്ട് തുടങ്ങാൻ കാത്തിരിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും? കുറവ്. അവർ ഒരിക്കലും തുടങ്ങാറുമില്ല, അവർ ഒരിക്കലും ചെയ്യാറുമില്ല. ശരിയാണോ? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ബിസ്ക്കറ്റും ഗോതമ്പ് പൊടിയും ആട്ടപ്പൊടിയും വന്നിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണോ? ആൾക്കാർ തന്നെ 800 പ്രോഡക്ട്സ് ഉണ്ട്. അതൊന്നും പോരാതെ അടുത്ത പ്രോഡക്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. മോദി കെയറിലെ ആദ്യം വന്നപ്പോ ഞങ്ങളൊക്കെ വന്നപ്പോ 10-20 പ്രോഡക്ട്സ് ഉണ്ടായിരുന്നുണ്ട്. ഇന്നാണ് ഇത്തരം പ്രോഡക്ട്സ് ആയത്. അപ്പോ ഈ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉള്ളത് വെച്ച് തുടങ്ങുക, അല്ലെ? ശരിയല്ലേ? തിര ഒഴിഞ്ഞിട്ട് നമുക്ക് തോണി ഇറക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അതിന്റെ ഇടയിലെ കൂടെ നമ്മൾ ഇറങ്ങിക്കൊള്ളണം. അപ്പോ ഇവിടെ വിജയിക്കാൻ വേണ്ടിയുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? നമുക്ക് ഒരു അടങ്ങാത്ത ആഗ്രഹം വേണം, അല്ലെ? വിജയിക്കണം എന്നുള്ള ഒരു എരിയുന്ന ആഗ്രഹം, അത് ഉള്ളിൽ നിന്ന് വരണം, അല്ലെ? മറ്റുള്ളവരിൽ നിന്നല്ല, ഉള്ളിൽ നിന്ന് വരണത്. അങ്ങനെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നൂല. ശരിയാണോ? പിന്നെന്താണ്? ബിസിനസിനെ പറ്റി പഠിക്കുന്നതിനും വായിക്കുന്നതിനൊക്കെ അല്പം നമ്മൾ സമയം നമ്മൾ കണ്ടെത്തണം, അല്ലെ? പിന്നെന്താണ്? നമ്മൾ കൂടെ വരുന്ന ആളുകൾ സക്സസ്ഫുൾ ആകണം, അവരെ സഹായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം, വേണ്ടേ? നീഡ് സിൻസിയർ ഇൻട്രസ്റ്റ് ടു ഹെൽപ്പ് പീപ്പിൾ. മറ്റുള്ളവരെ സഹായിക്കണം, നമ്മളിലൂടെ മറ്റുള്ളവർ രക്ഷപ്പെടുന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്ക് വേണം. ശരിയാണോ? വേണം. പിന്നെ 90% ആളുകളും നിലവിലുള്ള സാഹചര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് ഉയരണം, ഡെവലപ്പ് ആകണം, നല്ല രീതിയിൽ എത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വളരെ കുറവാണ്. 90% ആളുകൾക്കും ആഗ്രഹങ്ങളില്ല, പ്രവർത്തിക്കാനുള്ള മനസ്സില്ല, എക്സ്ട്രാ വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഇല്ല. അവരെല്ലാവരും ഈ പറയുന്ന പോലെ ഇങ്ങനെ ഓർഡിനറി ആയിട്ട് പോകുന്ന ആൾക്കാരാണ്, വലിയ സ്വപ്നങ്ങളില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളോട് സഹകരിക്കാത്തത്. നമ്മളുടെ മിസ്റ്റേക്കോ, കമ്പനിയുടെ മിസ്റ്റേക്കോ, പ്രോഡക്റ്റിന്റെ മിസ്റ്റേക്കോ, പ്ലാനിന്റെ മിസ്റ്റേക്കോ ആണോ? യെസ് ഓർ നോ? അല്ല, മറിച്ച് എന്താണ്? നമ്മുടെ മാത്രം അല്ല, നമ്മുടെ പ്ലാനിന്റെ നമ്മുടെ കുഴപ്പമോ കമ്പനിയുടെ കുഴപ്പമോ ഇന്റർനാഷണലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസിന്റെ കുഴപ്പമൊന്നുമല്ല. നമ്മൾ പറഞ്ഞിട്ട് ആൾക്കാർ വരാത്തതും ചിലർ ചെയ്യാത്തതും. ചെയ്യുന്നവരുണ്ടാവും. കാരണം എന്താണ്? ഇവിടെ പറഞ്ഞില്ലേ, 90% ആളുകളും നിലവിലുള്ള സാഹചര്യങ്ങളിൽ വരുമാനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, എക്സ്ട്രാ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, വലിയ ഡ്രീംസ് ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡ്രീംസ് ഉള്ള ആൾക്കാരാണ്. യു സെർച്ച് ആൻഡ് സെലക്ട് ദ അൺസാറ്റിസ്ഫൈഡ് ആൻഡ് നീഡി പീപ്പിൾ. അല്ലെ? ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. നിലവിലുള്ള വരുമാനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത, എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള ആളായതുകൊണ്ട് എനിക്ക് എത്താൻ സാധിച്ചു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, അല്ലെ? ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ ഈ പ്രോഗ്രാമിലുള്ള ആൾക്കാരെല്ലാവരും നേരത്തെ പറഞ്ഞ ഡ്രീമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള ആളുകളെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അവർ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോഴത്തെ നമ്മുടെ ബിസിനസ് സ്റ്റാഗ്നേഷൻ എല്ലാം മാറി വേറൊരു തലത്തിലേക്ക് നമ്മൾ ബിസിനസ് പോകുന്നതെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഇതിനകത്തുള്ള നോക്കട്ടെ. കുറെ ആൾക്കാർ ശബ്ദിക്കണല്ലോ. ഓക്കെ ഓക്കെ, വേറെ ആർക്കും ഉള്ള നോക്കിയിരുന്നു. കുറെ പേര് വിശ്വസിക്കുന്നു. കംഫർട്ടബിൾ ആയ ആൾക്കാർ. അപ്പൊ ഇവിടെ വേണ്ടതാണ്, നമ്മളിൽ ഉത്സാഹം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് നമുക്ക് സാധിക്കും. മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടും. നമ്മുടെ എനർജി, നമ്മുടെ ഉത്സാഹം, അല്ലെ? നമ്മുടെ ആ ഒരു പിരുപിരിപ്പ്, അല്ലെ? നമ്മുടെ എനർജി, ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എന്താണ് ഇൻഫെക്ഷൻ എന്നൊക്കെ കേട്ടല്ലേ? മറ്റുള്ളവരിലേക്ക് പകരം മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും, മറ്റുള്ളവർ ചാർജ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ആദ്യം ആർക്കുണ്ടാവണം? എനർജി, ഉത്സാഹം നമുക്കുണ്ടാവണം, അല്ലെ? നമുക്കുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റും. നേരം നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമുക്ക് അതിന് മറ്റുള്ളവരെ എനർജറ്റിക് ആക്കാൻ പറ്റും, അല്ലെ? നമ്മൾ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എങ്ങനെ മറ്റുള്ളവർ റോൾ മോഡൽ ആകാൻ കഴിയും, അല്ലെ? നമ്മൾ ചെയ്ത് കാണിക്കണം, നമ്മൾ മുന്നിൽ നിന്ന് നയിക്കണം, നമ്മൾ ലീഡർമാരാണ്, അല്ലെ? ശരിയല്ലേ? അപ്പോ അടുത്തെന്ന് പറയുന്നത്, ഇവിടെ വലിയ എക്സ്പീരിയൻസോ വലിയ നോളജോ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടെന്താണ്? ഉത്സാഹം, അല്ലെ? നമുക്ക് വേണ്ടത് ഒരു ഉത്സാഹം, ഒരു പിരിപിരിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടങ്ങാത്തൊരു ആഗ്രഹം,
അത് മാത്രം മതി. കാരണം നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസവും കഴിവും സാമർഥ്യവും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ ടാറ്റ പറഞ്ഞു പോകും. സാധാരണക്കാരായ ആളുകൾ ഇതിൽ വിജയിക്കും. ഇപ്പൊ ഞാനൊക്കെ മോദിക്കാർ വന്ന സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ, നന്നായിട്ട് സ്റ്റേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വലിയ പഠിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരൊന്നും ഇതിൽ ശോഭിച്ചില്ല. അവരെല്ലാം ഓർഡിനറിയായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ സാമാന്യ വിദ്യാഭ്യാസമുള്ള പലരും ഇന്ന് മോദി കെയറിലെ ഡയമണ്ട്സ് ആയി ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച് വിജയിക്കുന്നു. അതിനർത്ഥം എന്താണ്? വിദ്യാഭ്യാസമോ ക്വാളിഫിക്കേഷനോ മറ്റ് ഡിഗ്രി ഒന്നും ഇവിടെ വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഒരു പിരിവെയ്പ്പിൽ ഉത്സാഹം മാത്രം മതി അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നതാണ്, നമ്മൾ വിജയിച്ച ആളുകൾ ചെയ്ത ആ പ്രാക്ടിക്കൽ വഴിയിലൂടെ എന്തില്ലാതെ പോണം? അലസതയില്ലാതെ, മടി കൂടാതെ, ഈഗോയോട് ഗോ പറഞ്ഞുകൊണ്ട് വിജയിച്ച ആളുകൾ ചെയ്തു വെച്ച കാര്യം അതേമാതിരി കൊപ്പിടിക്കുക അല്ലെ? ശരിയല്ലേ ജസ്റ്റിൻ സാർ പറയുന്ന പോലെ? പരീക്ഷയ്ക്ക് വിജയിക്കാൻ വിജയിച്ച ആൾക്കാരുടെ അവര് കൊപ്പിടിക്കുക അല്ലെ? അവരുടെ ഉത്തരക്കടലാസ് നോക്കി പകർത്തുക. ശരിക്കുള്ള രീതിയിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. മോദി കെയറിൽ ചെയ്യാം അല്ലെ? വിജയിച്ച ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവരെത്ര മണിക്ക് എഴുന്നേക്കുന്നു, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ എത്ര പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്, എത്ര പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ രീതികൾ എങ്ങനെയാണ്, അവർ ടീമിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇടപഴകുന്നത് എങ്ങനെയാണ് അല്ലെ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നത് ഇതെല്ലാം പഠിച്ച് അത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ ആക്ഷനിലേക്ക് ചെയ്യാൻ വരാനും വേണ്ടി ഇവിടെ കമ്പനി നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ട്രെയിനിങ് പറയുന്നത്, വിജയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരാജയം സംഭവിക്കും. അത് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും വിജയത്തിനുള്ള തടസ്സമല്ല. കാരണം 2 വീലർ പഠിച്ചപ്പോൾ, സൈക്കിൾ പഠിച്ചപ്പോൾ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു തവണയെങ്കിലും? സ്വിമ്മിങ് പഠിച്ച സമയത്ത് വെള്ളം കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? ഇതെല്ലാം സംഭവിക്കും. അതൊന്നും വിജയത്തിന് തടസ്സമല്ല. പക്ഷെ ഈ മിസ്റ്റേക്കുകൾ നമ്മൾ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. ഈ സമയത്ത് ഒരാള് നമ്മൾ സഹായിക്കാനുണ്ടാവും. അത് ചിലർ നമ്മൾ സഹായിക്കേണ്ട. അവരാരാന്നറിയാമോ? അവരെ വിളിക്കുന്ന പേരാണ് യുവർ ആക്റ്റീവ് അപ്ലൈ. ശരിയാണോ? അപ്പോ നമ്മൾ ചെയ്യേണ്ടതാണ്, വറിയെല്ലാം കൂടാതെ അല്ലെ, വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. നമുക്ക് പറ്റും. ഇനി സ്റ്റെപ്പുകൾ, ഒരു 10 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ സ്വപ്നങ്ങൾ എഴുതി വെക്കുക, അതിൽ ഫോക്കസ്ഡ് ആകുക. നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ഒരു രജിസ്റ്റർ തയ്യാറാക്കുക, ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നവർ കൃത്യമായിട്ട് കൊടുക്കുക, കമ്പനിയെ കുറിച്ച്, പ്ലാനിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുക, ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, ടൂൾസ് ഡെമോൺസ്ട്രേഷൻ കിറ്റ് റെഡിയാക്കുക, മിനിമം ഒരു 100 പ്രോസ്പെക്ട്സിനെങ്കിലും പേര് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഡ്രസ് കോഡ് മാറ്റുക, നമ്മൾ കണ്ടു കഴിഞ്ഞ് വിജയിച്ച ആളായിട്ട് മറ്റൊരു തോന്നണം. നേരത്തെ പറഞ്ഞ പ്രസന്റേഷൻ അപ്ലൈന്റെ മുൻപിൽ വെച്ചായിരിക്കണം, അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടി ആയിരിക്കണം. അടുത്തത് ഒരു ഏതാനും പോയിന്റ്സ് കൂടി പറയുന്നുണ്ട്. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റ് പ്രൊഫഷണൽസിന്റെ ക്വാളിറ്റീസ്, ഒന്ന് 100% നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കണം. നമ്മൊരു കസ്റ്റമർ ക്ലബ് ഉണ്ടായിരിക്കണം. ഡെയിലി പ്രസന്റേഷൻ നമ്മൾ ചെയ്യണം. ഷോർട്ടായിട്ട് പറയാം, ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കണം. ട്രെയിനിങ്ങുകൾ ഈ ബിസിനസ്സിനോട് നമ്മളെ ചേർത്ത് നിർത്തുന്ന, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒന്നാണെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ട്രെയിനിങ്ങുകൾ നമ്മളെ ഇതിനോട് ചേർത്ത് നിർത്തുന്ന എന്താണ്? ഗമാണ്, പശ. ഒരിക്കലും അല്ലെ? ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിലുള്ള പശയാണ് ഇതിൽ ട്രെയിനിങ്ങുകൾ അല്ലെ? പിന്നെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന എവിടെ നിന്നാണ്? വലിയ സെമിനാറുകളിൽ നിന്നാണ്. അതുകൊണ്ട് വലിയ സെമിനാറുകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ടീമിനോടൊപ്പം പങ്കെടുക്കുക, അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. ഓക്കെ. പിന്നെന്താണ്? നമ്മൾ സമയം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വ്യക്തിപരമായ വികസനത്തിന്, വായനയ്ക്ക്, വീഡിയോകൾ കാണുന്നതിന്, ഇതെല്ലാം നമ്മൾ ചെലവഴിക്കണം അല്ലെ? പിന്നെ നമ്മൾ സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കുക, അതൊരു ഡ്രീമായിട്ട് ഒട്ടിച്ചു വെക്കുക. ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമാണ് വർക്ക് ചെയ്യാൻ വേണ്ടി. എപ്പോഴും പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. സക്സസ്ഫുൾ ആയ ആളുകളിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുക. പിന്നെന്താണ്? മാക്സിമം റിക്രൂട്ട് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ടൈം മാനേജ്മെന്റ് പഠിക്കുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, സംരംഭത്വ മൈൻഡ് ഡെവലപ്പ് ചെയ്യുക. പിന്നെന്താണ്? ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇത് നമ്മുടെ ബിസിനസ്സാണ്. നമ്മൾ സത്യസന്ധനായ വ്യക്തിയായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളോടൊരു വിശ്വാസം ഉണ്ടാവൂ അല്ലെ? നമ്മൾ കൃത്യമായിട്ട് സമയത്ത് വരുന്നവരും പ്രോഗ്രാം കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നവരും അല്ലെ? നമ്മളുടെ
ടീം അംഗങ്ങളെയും നമ്മുടെ അപ്ലയൻസിന്റെയും നമ്മുടെ കമ്പനിയെയും നമ്മുടെ മാനേജ്മെന്റ് എല്ലാം ഏറ്റവും നല്ല രീതിയിലായിരിക്കണം, വളരെ അഭിമാനത്തോടു കൂടി ആയിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അല്ലേ. നമ്മുടെ അപ്ലൈനുമായും ഡൗൺലൈനുമായും നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. ഒരാളെയും നമ്മൾ കുറ്റം പറയരുത് അല്ലെ. അപ്ലയൻസിന്റെയോ ഡൗൺലൈൻസിന്റെ കുറ്റം പറയാതിരിക്കുക, വേദികളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലെ. നമുക്കിവിടെ വേണ്ടത് ബിസിനസ് അല്ല, നമുക്ക് വേണ്ടത് PV അല്ല, നമുക്ക് വേണ്ടത് ബി ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ്. നമ്മൾ ഇവിടെ പറയുന്നത് യു ബിൽഡ് പീപ്പിൾ, പീപ്പിൾ ഡു ദ ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നല്ല സൗഹൃദ ബന്ധങ്ങളാണ്, നല്ല റിലേഷൻസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ ബിസിനസ് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നോളും. പൈസക്ക് വേണ്ടിയും ബിസിനസിന് വേണ്ടിയായിട്ട് ആളുകളെ കാണരുത്. നമ്മൾ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും. ശരിയാണോ? ഓക്കെ. ഇവിടെ ശരിയാണ്. അല്പം ടഫായേണ്ട ആവശ്യമുണ്ടെന്നും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അല്പം ടഫ് ലവ് ഒക്കെ ഉള്ളത് നല്ലതാണ്, അല്ലെങ്കിൽ പലരും ഉഴപ്പും. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. എന്താണ് ഇവിടെ ബിസിനസിന്റെ നിയമങ്ങളെല്ലാം മാറി, പണം ഉണ്ടാക്കുന്ന രീതികളെല്ലാം മാറി. പണ്ടത്തെ പോലെ വലിയൊരു ഫാക്ടറി, ഒരു പുകക്കുഴല്, കറങ്ങുന്ന കസേര, അവിടെ ഒരു മാനേജർ ഇരിക്കുന്നു, മുതലാളി ഇരിക്കുന്നു, കുറെ ജോലിക്കാരെ പ്രവർത്തിക്കുന്നു, ആ കോൺസെപ്റ്റ് ഒക്കെ മാറി. ശരിയാണോ? ബിസിനസിന്റെ നിയമങ്ങളൊക്കെ മാറി, ബിസിനസ് രീതികൾ മാറി. ഇവിടെ പറയുന്നത് ഇതൊരു കണക്കാണ്. 7000 കോടി രൂപ ഉണ്ടാക്കാൻ ഹെൻറി ഫോർഡ് 25 വർഷം എടുത്തു. 7000 കോടി രൂപ ഇത് നമ്മളുടെ ഇന്ത്യൻ കറൻസിയുടെ പറയുമ്പോൾ എത്ര വർഷമാണ് എടുത്തത് ഹെൻറി ഫോർഡ്? 25. ഓക്കെ. അതിനുശേഷം വന്ന ബിൽ ഗേറ്റ്സ്, ടെക്നോളജിയുമായി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ബിൽ ഗേറ്റ്സ് 7000 കോടി ഉണ്ടാക്കാൻ 12 വർഷം എടുത്തു. ഓക്കെ. ഇനി അതിനുശേഷം വന്ന് മറ്റൊരു കോടീശ്വരനാണ് ജെഫ് ബെസോസ്. അയാളാണ് ജെഫ് ബെസോസ്. ആമസോണിന്റെ ഒക്കെ ഓണറാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഒരാളാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് മോദിക്കേല വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് പഠിക്കുന്നത്. അദ്ദേഹം ഇതേ 7000 കോടി രൂപ ഉണ്ടാക്കാൻ എത്ര വർഷം എടുത്തു? 3 വർഷം മാത്രമേ എടുത്തുള്ളൂ. കാരണം അദ്ദേഹം ചെയ്തത് ടെക്നോളജി ഉപയോഗിച്ചു അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയില്ല അല്ലെ. അദ്ദേഹം ഒന്നും മാനുഫാക്ചർ ചെയ്തില്ല. ശരിയാണോ? അദ്ദേഹത്തിന് മാനുഫാക്ചറിങ് കമ്പനി ഒന്നും ഇല്ല. അദ്ദേഹം എന്തുണ്ടാക്കി? അത് ലോകം മുഴുവൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, ഒരു കസ്റ്റമർ ക്ലബ് ഉണ്ടാക്കി. ഉൽപ്പന്നങ്ങൾ ആരുണ്ടാക്കി? വേറെ ആൾക്കാരുണ്ടാക്കി അല്ലെ. ഇദ്ദേഹത്തിന് പ്ലാറ്റ്ഫോം തയ്യാറാക്കി കൊടുത്ത് ആളുകൾ ഇദ്ദേഹത്തിന് പ്ലാറ്റ്ഫോമിലുള്ള കാശ് മേടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ജെഫ് ബെസോസ് 3 വർഷം കൊണ്ട് 7000 കോടി ഉണ്ടാക്കി അല്ലെ. ശരിക്കും നമ്മൾ അതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോടികൾ ഇൻവെസ്റ്റ്മെന്റോ ഫാക്ടറിയോ സ്റ്റാഫോ എല്ലാം വേണോ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ജെഫ് ബെസോസിന്റെ ആമസോൺ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പേര് മോദിക്കെയർ ആണ് അല്ലെ. ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യാം. നമ്മൾ ആളുകളെ കണക്ട് ചെയ്താൽ മതി. ഉൽപ്പന്നങ്ങൾ കമ്പനി ഉണ്ടാക്കിക്കോളും. കമ്പനി കണക്കുകൾ സൂക്ഷിക്കും, കമ്പനി സ്റ്റാഫിനെ വെക്കും, കമ്പനി പ്രോഗ്രാം തരും, കമ്പനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. നമ്മളെന്താണ് ജെഫ് ബെസോസ് ചെയ്ത വർക്ക് ചെയ്താൽ മതി. ആളുകളെ കണക്ട് ചെയ്യുക, ആളുകളെ കൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുക. നമ്മൾ ഇവിടെ പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു ബിസിനസ്സിലാണ്. സ്വന്തമായിട്ട് ടാക്സി പോലും ഇല്ലാതെ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ടാക്സി സർവീസ് ആയിട്ട് എന്തുണ്ട്? യൂബർ ടാക്സി ഉണ്ട്. സ്വന്തമായിട്ട് റൂം പോലും ഇല്ലാതെ, കെട്ടിടം റൂം പോലും ഇല്ലാതെ ഓയോ റൂംസ്, അവരും കോടീശ്വരന്മാരാണ് അല്ലെ. ബിസിനസിന്റെ രീതികൾ മാറി, നിയമങ്ങൾ മാറി. ഇന്ന് കോടീശ്വരനാകാനായിട്ട് ഇത്തരത്തിലുള്ള ഒന്നും വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. അതേമാതിരി തന്നെ ബിസിനസ്സും ജോലിയുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കി, വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ ബിസിനസ് വ്യത്യസ്തമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഇല്ലാത്ത പല നേട്ടങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ മോദിക്കേനെ എങ്ങനെ കാണണം? ഇതൊരു ഫുട്ബോൾ ഗെയിമായിട്ട് കാണണം. ഫുട്ബോളില് ഗോളുമായിട്ട് പോകുമ്പോ എല്ലാവരും നമുക്ക് വഴിമാറി തരുമോ ഗോൾ അടിക്കാൻ? ഹലോ, തടഞ്ഞു വെക്കും. നമ്മൾ അതിനെയൊക്കെ മാറ്റി, തടസ്സങ്ങളൊക്കെ മാറ്റി അല്ലെ പോയി ഗോൾ അടിക്കണം. അപ്പോഴാണ് നമ്മളൊരു വിന്നറായിട്ട് മാറുന്നത്, ചാമ്പ്യനായിട്ട് മാറുന്നത്. ശരിയല്ലേ? അതേമാതിരി ഒരു ഗെയിമായിട്ട് നമ്മൾ ബിസിനസ്സിൽ കാണും, മോദിക്കേറിനെ കാണും അല്ലെ. നമ്മൾ വിജയിക്കും. നമ്മൾ നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും അല്ലെ.
നമ്മൾ ഈ ലോകം മനോഹരമായ ലോകമാക്കി മാറ്റും അല്ലെ? നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന, കെമിക്കൽ ഫ്രീ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന, സപ്ലിമെന്റ്സിലൂടെ ദീർഘായുസ് നേടുന്ന, ഹോസ്പിറ്റലുകളെ ഒഴിവാക്കുന്ന, ജാതി മതവും ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിക്കുന്ന അല്ലെ വലിയൊരു കൂട്ടായ്മ, സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പ്, വലിയൊരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ലോകത്തെ കുറച്ചുകൂടി മനോഹരമാക്കാം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. ഞാൻ ഷോർട്ടാണ് പറഞ്ഞത്. അപ്പോ ക്ലോസിംഗ് സെഷനിലേക്ക് ഞാൻ സിറിൽ സാറിനെയും അതേമാതിരി റൂസം മാഡത്തിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് സാർ. വളരെ വണ്ടർഫുൾ സെഷൻ സാർ. വളരെ നല്ല presentation ആണ്. താങ്ക് യു സാർ. വളരെ ലളിതമായ പ്രോഗ്രാം ആയിരുന്നു സാറേ. വർഷങ്ങൾക്ക് മുൻപേ ജോളി സാർ പിന്തുടർന്ന ഒരു മാർഗമാണ് ഇന്നിപ്പോ നമ്മുടെ മുന്നിൽ സാർ അവതരിപ്പിച്ചത്. കാരണം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ആ 24 years ഓഫ് ഓൾഡ് എന്ന് കമ്പനീനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇന്ന് 30 വർഷം തികഞ്ഞു. അന്നുള്ള ഒരു ആ രേഖകളാണ്, അതാണ് സാർ അനുവർത്തിച്ചു വന്നതും സാറിനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും. അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഇന്ന് പകർന്നു തന്നു. നമുക്ക് ഇത് കുറെ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതിയെടുക്കാൻ സാധിച്ചു. എങ്കിലും നമുക്ക് ഇതൊക്കെ വളരെ നല്ലൊരു അറിവായിട്ട്, ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കാണാം. വീണ്ടും നമ്മുടെ ഊർജവും എനർജിയും ഒന്നും നഷ്ടപ്പെടുത്താതെ തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് വരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ റൂസോ മാഡത്തിന് മൈക്ക് കൈമാറുന്നു. മറ്റാർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു ചെറിയ സമയം കൊടുക്കാട്ടോ. എന്തെങ്കിലും ഉപകാരം ഉണ്ടായി. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ സംസാരിക്കാം പ്ലീസ്. വെൽക്കം. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ഉപകാരപ്പെട്ടു സാറേ. വളരെ ഒരു നല്ല, ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ആരെങ്കിലും പറയാനുണ്ടോ? മണി നമ്മുടെ എനർജിനെ വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ. നമ്മളുടെ കൂടെ വന്നിരിക്കുന്നവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തി അവരിലൂടെ അവരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി. താങ്ക് യു മാഡം. ഗോപതി മാഡം. നല്ല ക്ലാസ് ആയിരുന്നു സാർ. നല്ല മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു. ജയമ്മ മാഡം ഫ്രം സൂപ്പർ ക്ലാസ് ആയിരുന്നു. മാഡം വന്നിട്ടുണ്ടായിരുന്നു സാറേ. ഓക്കെ. സൂപ്പർ ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. ഒരുപാട് ഉപകാരപ്പെട്ടു. പ്രസന്ന മാഡമാണോ? ഓപ്പോ A5 Pro 5G. അതെ സാർ. ഓക്കെ. ഞാൻ ഫോണിന്റെ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ സാർ. താങ്ക് യു. വളരെ പ്രയോജനമായിരുന്നു. ഓക്കെ. നമുക്ക് വേറെ ചെയ്യാട്ടോ. നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ ഒന്നും കൂടി നമുക്ക് ചെയ്യാം. കാരണം ഇത് ഒരുപാട് പേര് കേൾക്കേണ്ടതായിരുന്നു. പക്ഷെ കുറച്ച് പേര് വന്നവർക്ക് അഭിനന്ദനങ്ങൾ. കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം അവർക്ക് പ്രയോജനപ്പെടുന്ന സെഷനാണ്. ഒരു ദിവസം തീർച്ചയായിട്ടും സാറേ. എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. അത്രയും വളരെ പ്രയോജനപ്രദം. കാരണം ടീംമേറ്റ്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടേ ഒരു ദിവസം കൂടെ നമ്മൾ ചെയ്യാം കേട്ടോ. മാഡം ഒക്കെ കേറിയിട്ടുണ്ട്. ഇനി എമ്മിനെയും കൂടി കേറണം സാറേ. ഓക്കെ ഓക്കെ. അതിന്റെ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സാർ. താങ്ക് യു മാം. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതുപോലെ നമുക്ക് സെഷൻ തന്ന ജോളി സാറിന് പ്രത്യേകം നന്ദി. അതുപോലെ ഈ സമയം ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. താങ്ക് യു മാഡം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. കുറച്ചുപേരൊക്കെ ഞാൻ വിളിച്ചു. ഗുഡ് നൈറ്റ്. താങ്ക് യു. വെരി മച്ച്. താങ്ക് യു ജോമോൾ മാഡം. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.